ചെല്ലപ്പ എന്ന് പറയേണ്ട പ്ലേറ്റിലാണല്ലോ മാവോയിസ്റ്റായ ഞാൻ ആഹാരം കഴിച്ചത് എന്ന് സവർണ വിപ്ലവകാരിക്ക് തോന്നിട്ട് ആ പ്ലേറ്റ് കൊണ്ട് കൊടിക്ക ചെല്ലപ്പയുടെ തലക്കടിച്ചപ്പോഴാണ് കൊടിക്ക ചെല്ലപ്പ പറയുന്നത് ക്ലാസ് അല്ല കാസ്റ്റാണ് ഇന്ത്യൻ റിയാലിറ്റി എന്ന്. പാന്തർ യൂണിറ്റുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് കേഡർ വൽക്കരണം നടക്കുന്നത്, കേഡർ റിക്രൂട്ട്മെൻറ്റ്, ലീഡർഷിപ്പ് ട്രെയിനിങ്, പ്രതിരോധ പ്രവർത്തനങ്ങൾ, മാർഷൽ ആർട്സ് ട്രെയിനിങ്ങുകൾ, ഇതെല്ലാം പോയി കാണുകയും ഭാഗവാക്കാവുകയും ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടത്. ഇപ്പോഴും കേരളത്തിലൊരു പൊട്ടൻഷ്യൽ ദളിത് ലിറ്ററേച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഇല്ല എന്നാണ്. ജാതിക്കും ബ്രാഹ്മണിസത്തിനും എതിരായ പോരാട്ടത്തിലും ഏറ്റവും അധികം ദളിതർക്ക് കൂടെ നിൽക്കാൻ കഴിയുന്ന സാഹോദര്യം പുലർത്തുന്ന സാമൂഹ്യ വിഭാഗം ഒന്നാമതായി മുസ്ലിങ്ങളാണ് എന്ന ബോധ്യം, അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണെന്നുള്ള ബോധ്യം ഒരുപക്ഷെ VTRയിൽ നിന്നാണ് ശക്തമായി നമ്മളിലേക്ക് വരുന്നത്. ശാരീരികമായ ആക്രമണങ്ങളുണ്ടായി, വധശ്രമങ്ങളുണ്ടായി. 5 പ്രാവശ്യം വധശ്രമം അഭിമുഖീകരിച്ച ഒരാളാണ് ഞാൻ. പാന്തർ മൂവ്മെൻറ്റ് രൂപം കൊടുക്കുമ്പോൾ RECയിലെ സഹപാഠികളാണ്. അതിൽ എന്നോടൊപ്പം രണ്ടാമതായി വരുന്നത് ഗിരീഷ് കുമാർ കോട്ടയമാണ്. കോട്ടയത്തെ ഒരു ദളിത് കുടുംബത്തിൽ നിന്നുള്ള ഗിരീഷ് കുമാർ. അദ്ദേഹം ഇവിടുന്ന് പഠനം പൂർത്തിയാക്കി ഇംഗ്ലണ്ടിലൊക്കെ ജോലി ചെയ്ത് ഇപ്പോഴും KDPയുടെ കേരള ദളിത് പാന്തർ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡിയം സീനിയർ ലെവൽ കമ്മിറ്റി അംഗമാണ്. മറ്റൊന്ന് വടകര എൻ്റെ സഹപാഠിയായിരുന്ന അനിൽകുമാർ, തീയ കുടുംബത്തിൽപ്പെട്ട ആളാണ് അനിൽകുമാർ, ഹോമിയോ ഡോക്ടർ. അനിൽകുമാർ ആയിരുന്നു KDP രൂപീകരിച്ചപ്പോൾ ആദ്യത്തെ 5 വർഷക്കാലം അതിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻറ്റ്. അപ്പോൾ അതിനകത്തൊരു ഗുണമെന്ന് പറഞ്ഞാൽ പാന്തർ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കാസ്റ്റ് അല്ലായിരുന്നു ഞങ്ങളുടെ മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനം, അംബേദ്കർ തോട്ട്സ് ആയിരുന്നു. അതുകൊണ്ട് അതിനകത്ത് നോൺ ദളിത്, OBC, മുസ്ലിം മെമ്പർമാരുണ്ടായിരുന്നു. സവർണരും ഒറ്റപ്പെട്ട സവർണരുണ്ടായിരുന്നു, ചില നായർ ചെറുപ്പക്കാർ. അംബേദ്കർ ഐഡിയോളജി ഇഷ്ടപ്പെട്ടതുകൊണ്ട് KDPയിൽ അംഗത്വം എടുത്ത ചരിത്രമുണ്ട്. ഇപ്പോഴും അങ്ങനെയുള്ള അനുഭാവികളുള്ളൊരു പ്രസ്ഥാനമാണ്. മഹാരാഷ്ട്രയിൽ ഞങ്ങൾ ഈ പാന്തർ മൂവ്മെൻറ്റ് പ്രഖ്യാപിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും അതിനൊരു അംഗീകാരം വേണമല്ലോ. അതിന് 1988 അരുൺ കാംബ്ലെ എന്ന് പറയുന്ന ദളിത് സാഹിത്യകാരൻ, അന്നത്തെ നാഷണൽ ദളിത് പാന്തർ മൂവ്മെൻറ്റാണ്, ദളിത് പാന്തേഴ്സ് ഓഫ് ഇന്ത്യയാണ്. ആ ദളിത് പാന്തേഴ്സ് ഓഫ് ഇന്ത്യയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്ന പ്രൊഫസർ അരുൺ കാംബ്ലെ 1988 കേരളത്തിലെത്തി. അദ്ദേഹം ഒരു സാഹിത്യപരമായ സന്ദർശനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് എത്തിയപ്പോൾ ഞങ്ങളൊരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുകയും അദ്ദേഹമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹമാണ് നമുക്ക് കേരളത്തിൽ പാന്തർ മൂവ്മെൻറ്റ് ആരംഭിക്കാൻ വേണ്ടിയുള്ള റിട്ടേൺ പെർമിഷൻ തരികയും അതിൻ്റെ സ്ഥാപക കൺവീനറായിട്ട് എന്നെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ മഹാരാഷ്ട്ര പാന്തറുമായി ബന്ധപ്പെട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ഈ ദളിത് ആക്ടിവിസം, അതായത് ഒരു പാന്തർ രീതിയിലുള്ള ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. 2 കാര്യങ്ങളായിരുന്നു അതിൻ്റെ പ്രധാനം. അതുവരെ കേരളത്തിലും മറ്റും ഒരുപക്ഷെ പട്ടികജാതി സമൂഹത്തിൻ്റെ ഇടയിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളുണ്ട്, SC/ST സംഘടനകളുണ്ട്, ജാതി സംഘടനകളുണ്ട്. പക്ഷേ ഈ പാന്തർ മൂവ്മെൻറ്റ് വന്നതോടുകൂടിയാണ് ഇന്ത്യയിൽ എവിടെയും ഒരു പ്രത്യയശാസ്ത്ര അടിത്തറ, ആൻറ്റി ബ്രാഹ്മണിക്കലായിട്ടുള്ള, ആൻറ്റി കാസ്റ്റ് എന്ന നിലയിലും ആൻറ്റി ബ്രാഹ്മണിക്കൽ എന്ന നിലയിലുമുള്ള ഹിന്ദുത്വ ചിന്താഗതിയെ തിരസ്കരിച്ചുകൊണ്ടുള്ള ഒരു ലിബറേറ്റീവ് സ്വഭാവത്തിലുള്ള ഒരു മോഡേൺ സോഷ്യൽ മൂവ്മെൻ്റ് എന്ന നിലയിൽ പാന്തർ പ്രസ്ഥാനമാണ് അത്തരത്തിലൊരു മൂവ്മെൻറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അംബേദ്കറിസത്തെ ഒരു ഐഡിയോളജി എന്ന നിലയിൽ, കോംപ്രഹെൻസീവായ ഒരു ഐഡിയോളജി എന്ന നിലയിൽ പാന്തർ പ്രസ്ഥാനം പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ രണ്ടാമത് ദളിത് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അത് അത്തരത്തിൽ മോശപ്പെട്ട ഒരു ഐഡൻറ്റിറ്റി അല്ല, പകരം ഇന്ത്യയെ, ജാതിയെ അപനിർമ്മിക്കുകയും ഇന്ത്യൻ ഡെമോക്രസിയെ പുനർനിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു റവല്യൂഷണറി ഐഡൻറ്റിറ്റിയാണ്. അതൊരു കാസ്റ്റ് ഐഡൻറ്റിറ്റി അല്ല, പകരം ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു റവല്യൂഷണറി ഐഡൻറ്റിറ്റിയാണ് ദളിത് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു കോൺഷ്യസ്നസ് ആണ് ഈ ദളിത് സാഹിത്യം നമുക്ക് തന്നത്. മൂന്നാമത് ജാതീയമായ അസമത്വങ്ങളോടും അനീതികളോടും സന്ധി ചെയ്യുകയോ അത് പരിഹരിക്കാൻ വേണ്ടി അത് പുലർത്തുന്നവരോട് അപേക്ഷിക്കുകയോ ചെയ്യുകയല്ല, അതിശക്തമായി പ്രതിരോധിക്കുകയും പ്രത്യാക്രമണം ചെയ്യണമെന്ന് പറയുന്ന ഒരു മിലിറ്റൻസിയുടെ പാഠങ്ങളുമാണ്. അപ്പോൾ അത്തരത്തിൽ പ്രതിരോധത്തിൻ്റെയും പ്രത്യാക്രമണത്തിൻ്റെയും വലിയ വിപ്ലവകരമായ ഉള്ളടക്കമുള്ള ഒരു പ്രൊട്ടസ്റ്റ് മൂവ്മെൻ്റായിട്ട് കേരള ദളിത് പാന്തർ പ്രസ്ഥാനം മഹാരാഷ്ട്ര മോഡലിൽ ഷേപ്പ് ചെയ്യപ്പെടുന്നു. പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ കേരളത്തിൽ ഇപ്പോൾ നവോത്ഥാന മുന്നണികളും അതേപോലെ അഗസ്ത്യ നവോത്ഥാന മുന്നണി പോലുള്ള സംഘടനകൾക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരായിട്ട് സംവാദം ആ സമയത്ത് ഉണ്ടായിരുന്നു. സംവാദങ്ങൾ, നേർക്കുനേരെയുള്ള സംവാദങ്ങൾക്കപ്പുറം പലപ്പോഴും സമീപനങ്ങൾ തമ്മിലുള്ള വ്യത്യസ്തതകൾ പൊതുസമൂഹത്തിൽ ചർച്ചയാവുകയും ആ വീക്ഷണപരമായ ഭിന്നതകളെ
സ്വാഭാവികമായിട്ടും സംവാദ സ്വഭാവത്തിൽ നമുക്ക് കാണാം. കാരണം ഒന്ന്, ഈ അംബേദ്കറിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയെ ആ നിലയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ അതുവരെയുള്ള പരമ്പരാഗതമായ ഈ പട്ടികജാതി സംഘടനകളോ പട്ടികജാതിക്കാരിൽ നിന്നും സാമൂഹ്യ പ്രവർത്തകരായിട്ട് വന്നവരോ തയ്യാറായിരുന്നില്ല. ഒന്ന് ഒരു 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 70കളും 80കളും 90കൾ വരെ ദളിത് പാന്ത പ്രസ്ഥാനം കേരളത്തിൽ സജീവമാകുന്നിടം വരെ നമ്മൾ കാണുന്നത് ദളിത് സമൂഹത്തിൽ നിന്ന് തന്നെയുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർ സ്വാഭാവികമായും ജാതിക്കെതിരെ അവർ കലഹിക്കുകയും ഒരു ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള വിപ്ലവപരമായ പ്രവർത്തനങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവരെ സ്വാധീനിക്കുന്നത് കൂടുതലായും മാർക്സിസമാണ്. അപ്പോൾ മാർക്സിസ്റ്റ് ഐഡിയോളജിയും കുറച്ചുകൂടെ വലിയ മാറ്റം ആഗ്രഹിക്കുന്ന തീവ്ര യൗവനങ്ങളെ മാവോയിസ്റ്റ് ആശയങ്ങളും സ്വാധീനിച്ചൊരു കാലമാണ്. അതിനെ അവരെ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അന്ന് ഈ സിസ്റ്റത്തെ ചലഞ്ച് ചെയ്യാനും അവരുടെ ഉള്ളിലുള്ള വിമോചനാത്മകമായ അഭിലാഷങ്ങൾക്ക് സ്വാഭാവികമായി സംതൃപ്തി കൊടുക്കാനും കഴിയുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് എന്ന നിലയിൽ ആ മുമ്പിലുള്ള ഒരു സാധനം ഈ പറയുന്ന ഇടതുപക്ഷ മാർക്സിസ്റ്റ് മാവോയിസ്റ്റ് ആശയധാരകളാണ്. അതിൽ ചെന്ന് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ദളിത് പാന്തന് മുന്നുണ്ടായിരുന്ന ഒരു ഘട്ടം അതാണ്. അവരൊക്കെ അങ്ങനെയാണ് ഏർപ്പെട്ടത്. പക്ഷേ പാന്തർ മൂവ്മെൻറ്റ് വരുമ്പോൾ പ്രത്യേകിച്ചും അതിൻ്റെ തുടക്കത്തിൽ ഈ അല്പം മാർക്സിസവും കൂടുതൽ അംബേദ്കറിസവും അതിനോടൊപ്പം ഒരു ബുദ്ധിസ്റ്റ് വിചാരങ്ങളും കൂടെ ചേരുന്നതാണ് മഹാരാഷ്ട്രയിലെ പാന്തർ മൂവ്മെൻറ്റ് ഐഡിയോളജി എന്ന് പറയുന്നത്. അതിനകത്തൊരു മാർക്സിസ്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരു ക്ലാസ് സ്ട്രഗിളിൻ്റെയും ക്ലാസ് അനാലിസിസിൻ്റെയും ഒരു ഘടകമുണ്ട്. എന്ന് വെച്ചാൽ ഒരു 25% ക്ലാസ് സ്ട്രഗിൾ, ഒരു 50% കാസ്റ്റ് സ്ട്രഗിൾ ആൻഡ് മറ്റൊരു 15-20% എലിമെൻറ്റ് ഓഫ് ധമ്മ ഓർ ബുദ്ധിസ്റ്റ് ഓറിയൻറ്റേഷൻ. ഇതാണ് ഈ പാന്തർ എന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിലേക്ക് വന്നപ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് ടി കെ നാരായണനെ പോലെയുള്ള വി പ്രഭാകരനെ പോലുള്ള പ്രത്യേകിച്ചും വി ടി രാജശേഖർ എന്ന് പറയുന്ന വ്യക്തി മഹാരാഷ്ട്രയിലെ പാന്തർ പ്രസ്ഥാനത്തിൻ്റെ അപ്പുറത്തേക്ക് ഈ ദളിത് വ്യവഹാരങ്ങളെ കുറച്ചുകൂടെ വികസിപ്പിക്കുകയും അതിന് ഏറ്റവും ആധുനികമായ ഈ ദളിത് മുസ്ലിം സൗഹൃദത്തിൻ്റെ OBC ദളിത് അങ്ങനെയുള്ള SC ST OBC മൈനോറിറ്റി എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ടല്ലോ, ആ നിലയ്ക്കുള്ള ഒരു ബഹുജൻ പെർസ്പെക്റ്റീവിനെ ആശയപരമായി വളർത്തിയെടുത്ത ഒരാളാണ് വി ടി രാജശേഖർ. അപ്പോൾ പാന്തർ പ്രസ്ഥാനം എത്തി നിൽക്കുന്ന കാസ്റ്റ് സ്ട്രഗിളാണ്. ആ കാസ്റ്റ് സ്ട്രഗിളിൽ നിന്ന് കുറച്ചുകൂടെ വ്യക്തമായ കാസ്റ്റ് സ്ട്രഗിളിലേക്ക് പ്രിൻസിപ്പൽ എനിമി, വി ടി ആറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ തടസ്സം പ്രിൻസിപ്പൽ കോൺട്രഡിക്ഷൻ സമ്പത്തല്ല. അപ്പം മാർക്സിസം വിഭാവനം ചെയ്യുന്ന സാമ്പത്തിക അധോഘടനയും സാമൂഹ്യമായ ഉപരിഘടനയുമാണ്. ഈ സാമ്പത്തികമായ അധോഘടന ഇൻഫ്രാസ്ട്രക്ചർ തകർന്നാൽ സ്വാഭാവികമായിട്ട് സാമൂഹ്യമായ സൂപ്പർ സ്ട്രക്ചർ തനിയെ വീണുപോകും എന്നൊക്കെ പറയുന്ന സിദ്ധാന്തത്തെ നിരാകരിക്കുകയും ഇന്ത്യൻ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന ഘടന സാമ്പത്തികമല്ല, അതിനേക്കാൾ അധികം ജാതിയാണ്, സാമൂഹ്യമാണ്. അതുകൊണ്ട് ഇന്ത്യൻ വിപ്ലവത്തിന് മുമ്പിലുള്ള തടസ്സം ബ്രാഹ്മണിസമാണെന്ന കൃത്യത വി ടി രാജശേഖർ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വെക്കുന്നു. അത് പാന്തറിൽ നിന്നും കുറച്ചുകൂടെ ഉള്ള ഒരു ഡെവലപ്ഡ് സ്റ്റേജാണ്. ഞാനൊരു സംശയം ചോദിച്ചില്ല. അതായത് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ പാന്തർ പ്രസ്ഥാനം നേരത്തെ പറഞ്ഞ ലൈംഗിക പ്രസ്ഥാനങ്ങളിലൊക്കെ യോജിച്ചുള്ള പ്രവർത്തന കാലം ഉണ്ടായിരുന്നു ഞാൻ കേട്ടു. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അധസ്ഥിത നവോത്ഥാന മുന്നണി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, അതിന് മുന്നിലുള്ള മൂവ്മെന്റുകൾ, ചിന്തകർ ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അതിൽ ഒരു വിഭാഗം ആളുകൾ ഈ പറഞ്ഞ പോലെ തന്നെ മാർക്സിസമൊക്കെ ആയിട്ട് കണക്റ്റഡാണ്. അപ്പോൾ രണ്ടു കൂട്ടരും മാർക്സിസമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ എങ്ങനെയാണ് ഈ വ്യത്യാസം ഡെവലപ്പ് ചെയ്യുന്നത്? മാർക്സുമായിട്ട് കണക്റ്റഡ് ആണെങ്കിലും ഈ മാർക്സിസ്റ്റ് ഇൻഫ്ലുവൻസ് കൂടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് കാസ്റ്റ് റിയാലിറ്റീസിനെ വേണ്ടത്രത്തോളം അനലൈസ് ചെയ്യുന്നതിലും ജാതിപരമായ യാഥാർത്ഥ്യങ്ങളെ വിശകലനം ചെയ്യുക ഒന്ന്, രണ്ട് അതിനെ അഭിസംബോധന ചെയ്യുക എന്ന് പറയുന്നത് അതിൽ നിന്നും ജാതിവിരുദ്ധവും ആൻറ്റി ബ്രാഹ്മണിക്കലുമായിട്ടുള്ള ആ തിയോളജിയെ തിരസ്കരിച്ച് കൗണ്ടറായിട്ടുള്ള തനതായ ഒരു ഓർഗാനിക് ഐഡിയോളജിയെ പ്ലേസ് ചെയ്യുന്നതിനകത്തും ഈ ക്ലാസ് ഇൻഫ്ലുവൻസ് ഉള്ള സംഘടനകൾക്കും വ്യക്തികൾക്കും മുന്നോട്ട് പോകാൻ പറ്റിയില്ല. കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് എന്ത് പറ്റി? ഈ പറയുന്ന ഐഡിയോളജിക്കൽ കൺഫ്യൂഷൻ വന്നു. കാരണം ഇത് കൺഫ്യൂസ്ഡ് ആണ്. വെതർ ക്ലാസ് സ്ട്രഗിളാണോ വേണ്ടത് ഓർ കാസ്റ്റ് സ്ട്രഗിളാണോ, ഈ കൺഫ്യൂഷൻ വന്നു. പക്ഷേ ഞങ്ങളുടെ ഒരു വരവെന്ന് പറയുന്ന കുറച്ചുകൂടെ അതുവരെ അംബേദ്കറുടെ സ്വാധീനമാണ് ഈ സംഘടനകൾക്കുള്ളത്. അതായത് മാർക്സിസത്താൽ സ്വാധീനിക്കപ്പെടുകയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ചെന്ന് പെടുകയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കകത്ത് പക്ഷേ ജാതിയുടെ പേരിൽ പുറംബെഞ്ചിലിരിക്കേണ്ടി വരുന്ന, ഉപരി കമ്മിറ്റികളിലേക്ക് പ്രവേശനമില്ലാത്ത, പൊളിറ്റ് ബ്യൂറോ പോയിട്ട് സംസ്ഥാന കമ്മിറ്റി പോയിട്ട് ജില്ലാ കമ്മിറ്റിയിൽ പോലും സ്ഥാനം പിടിക്കാതെ വരുന്നു. അതേപോലെ MLA ചെല്ലുന്നു.
പക്ഷെ MLE ചെല്ലുമ്പോഴും അതിതീവ്ര മാർസിയൻ വ്യാഖ്യാനങ്ങളും വിപ്ലവ പരിപാടികളും പറയുമ്പോഴും ജാതി ഒരു പക്ഷേ ദലിതൻ്റെ ആണെങ്കിൽ അവിടെയും തിരസ്കരിക്കപ്പെടുന്നുണ്ടല്ലോ. ഉദാഹരണം കൊടിക്കൽ ചെല്ലപ്പയുടെ ഒരു അനുഭവം എന്താണ്? അദ്ദേഹം നക്സലേറ്റുകാരനായിരുന്നു. MLE പ്രവർത്തിച്ച കൊടിക്കൽ ചെല്ലപ്പ സഹപ്രവർത്തകരായ കേഡർമാരോട് കോമ്രേഡ്സിനോടൊപ്പം അറസ്റ്റ് വരിക്കപ്പെടുന്നു. അറസ്റ്റ് വരിക്കപ്പെട്ട് കന്യാകുമാരി ജയിലിൽ കഴിയുന്നു. കന്യാകുമാരി ജയിലിൽ ഒന്നിച്ച് സഹതടവുകാരായ കമ്മ്യൂണിസ്റ്റുകാരായ കോമ്രേഡ്സുകളോടൊപ്പം ജയിലിൽ അനുഭവം അവിടെ താമസിക്കുമ്പോൾ ഒരു ദിവസം ഉച്ചനേരത്ത് ആഹാരം വിളമ്പിയ സമയത്ത് കൊടിക്കൽ ചെല്ലപ്പ എന്ന പറയൻ്റെ പ്ലേറ്റിൻ്റെ പേരെഴുതിയ പ്ലേറ്റ് മാറി സഖാവായ നക്സലേറ്റുകാരനായ ഒരു സവർണൻ്റെ പ്ലേറ്റിൽ അദ്ദേഹം ആഹാരം കഴിക്കുകയും കൊടിക്കൽ ചെല്ലപ്പ എന്ന് പറയുന്ന പറയൻ സഖാവിൻ്റെ പ്ലേറ്റിൽ ഈ സവർണനായ കോമ്രേഡ് ആഹാരം കഴിക്കുകയും ചെയ്തു. അത് പാത്രം കഴുകാൻ നേരമാണ് ഈ പേര് ചെല്ലപ്പ എന്ന പറയൻ്റെ പ്ലേറ്റിലാണല്ലോ മാവോയിസ്റ്റായ ഞാൻ ആഹാരം കഴിച്ചത് എന്ന് സവർണ വിപ്ലവകാരിക്ക് തോന്നിട്ട് ആ പ്ലേറ്റ് കൊണ്ട് കൊടിക്കൽ ചെല്ലപ്പയുടെ തലക്കടിച്ചപ്പോഴാണ് കൊടിക്കൽ ചെല്ലപ്പ പറയുന്നത് ക്ലാസ് അല്ല കാസ്റ്റാണ് ഇന്ത്യൻ റിയാലിറ്റി എന്ന് ആ സഖാവ് പഠിപ്പിച്ചു എന്ന്. അപ്പോൾ ഇത് ഇവിടെ പ്രശ്നമുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ കെ വേണു അടക്കമുള്ളവരോടൊപ്പം കേരളത്തിൽ ഏർപ്പെടുകയും പിന്നീട് കൃഷ്ണമൂർത്തിയുടെയൊക്കെ തന്നെ അല്ലെ പലതരത്തിലുള്ള ആന്ധ്രയിലടക്കമുള്ള മൂവ്മെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ ഇത്തരം ML പ്രസ്ഥാനങ്ങളിലടക്കം മാർജിനലൈസ് ചെയ്യപ്പെട്ടു. ആ മാർജിനലൈസേഷനിൽ നിന്നുമാണ് ഒരു പക്ഷേ KK കൊച്ചും KM സലീംകുമാറും പിന്നീട് സണ്ണി കബിക്കാടും അങ്ങനെ തുടങ്ങിയൊരു സമൂഹം അത് അവിടെ തിരസ്കരിക്കപ്പെടുകയോ തിരിച്ചറിയപ്പെടുകയോ ചെയ്യുന്നു. സഭയായിട്ടും അവരും ഈ സംഘടനാ രംഗത്ത് ഇടപെടുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഈ ഒരു സമഗ്രതയുള്ള, അതായത് ഒരു ഐഡിയോളജി എന്ന നിലയിൽ ഒരു സാമൂഹ്യ പ്രശ്നത്തെയോ രാഷ്ട്രീയ പ്രശ്നത്തെയോ പരിഹരിക്കാൻ കഴിയുന്ന പൂർണ്ണതയുള്ള കോംപ്രിഹെൻസീവായ ഉള്ളടക്കമുള്ള ഒരു പ്രത്യയശാസ്ത്രമായി അംബേദ്കർ ചിന്തയെ മനസ്സിലാക്കുന്നതിലും അതിനെ സ്വീകരിക്കുന്നതിലും ഇവർക്ക് കാലതാമസം വന്നു. അതുകൊണ്ട് തന്നെ ഐ ആം ആൻ അംബേദ്കറൈറ്റ് എന്ന് പറയാനുള്ള ഒരു ബോൾഡിനെസ് ഉണ്ടായില്ല. അപ്പം അവിടെ ഞാൻ ഞങ്ങൾ മനസ്സിലാക്കുന്നൊരു കാര്യം, അംബേദ്കർ അവരിലുണ്ടായിരുന്നു. ഇൻഫ്ലുവൻസ് ഓഫ് അംബേദ്കർ, ഭരണഘടനാ ശില്പി എന്ന നിലയിൽ, മനുസ്മൃതി കത്തിച്ച വ്യക്തി എന്ന നിലയിൽ, ജാതി വ്യവസ്ഥയെ ചലഞ്ച് ചെയ്ത ഒരാൾ എന്ന നിലയിൽ, അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൻ്റെ ശില്പി എന്ന നിലയിൽ, അത് ഇഷ്ടാവെന്ന നിലയിൽ അംബേദ്കർ ഒരു സ്വാധീനമാണ്. എന്നാൽ തോട്ട്സ് ഓഫ് അംബേദ്കർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വായനയിലൂടെയോ ആ തരത്തിലുള്ള കുറച്ചുകൂടെ ഇന്നർ ആയിട്ടുള്ള അനാലിസിലൂടെ ബോധ്യപ്പെടേണ്ടതായിരുന്നു. ഇത്തരത്തിൽ സിസ്റ്റമാറ്റിക്കലി ഒരു ട്രെയിൻഡ് അവർക്ക് കിട്ടിയില്ല. അവിടെ ഞങ്ങൾ പറയുന്നൊരു കാര്യം, പാന്തർ പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരെന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാം, വി ആർ നോട്ട് മിയർലി ദ പ്രോഡക്റ്റ് ഓഫ് അംബേദ്കർ, റാദർ വി ആർ ദ പ്രോഡക്റ്റ് ഓഫ് ദ തോട്ട്സ് ഓഫ് അംബേദ്കർ എന്നാണ്. അപ്പോൾ കാരണം ഞങ്ങൾക്ക് അംബേദ്കറെ വായിക്കാനുള്ള സ്വാധീനം കിട്ടി, അതിനുള്ള സാധ്യത കിട്ടി. അപ്പോൾ ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ബാബാ സാഹേബ് അംബേദ്കറുടെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ഒരു തുടക്കമെന്ന് പറയാം, അതൊരു എൻട്രി പോയിൻ്റാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഡോക്ടർ അംബേദ്കറുടെ രചനകൾ വിപുലമായി വായിക്കാൻ കിട്ടിയത് ഒരു വലിയ ഭാഗ്യമാണ്. അതിൽ നിന്നുമാണ് കേരള ദലിത് പാന്തർ പ്രസ്ഥാനത്തിൻ്റെ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മഹാരാഷ്ട്ര പാന്തറിൽ നിന്നും തമിഴ്നാട് പാന്തറിൽ നിന്നും ഗുജറാത്ത് പാന്തറിൽ നിന്നും KDP വ്യത്യസ്തമാക്കുന്നൊരു കാര്യം, കുറച്ചുകൂടി ഇൻഡെപ്തായിട്ട് അംബേദ്കറുടെ ഫണ്ടമെൻ്റൽസിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് എന്ന് പറയുന്നൊരു പ്രശ്നം മുമ്പിലേ ഇല്ല. അതൊരു ക്ലാസ് ഒരു ഇല്യൂഷനാണെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാസ്റ്റ് തന്നെയാണ് റിയൽ. മഹാരാഷ്ട്രയിൽ നോക്കുകയാണെങ്കിൽ പിന്നീട് ദലിത് പാന്തർ പ്രസ്ഥാനത്തിന് എവല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. അതുവരെ മഹാരാഷ്ട്ര അതിനകത്ത് ഇൻഫിൽട്രേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഏത് കാലത്തും ഇന്ത്യയിൽ ജാതി വ്യവസ്ഥയെ, ബ്രാഹ്മണ മേൽക്കോയ്മയെ, ബ്രാഹ്മണി പ്രത്യയശാസ്ത്രത്തെ ചലഞ്ച് ചെയ്തു വന്നിട്ടുള്ള ചരിത്രത്തിലെ എല്ലാ ജനകീയ നവോത്ഥാന മുന്നേറ്റങ്ങളെയും അതിൻ്റെ മുനയൊടിക്കാൻ ബ്രാഹ്മണിക്കൽ ഇൻഫിൽട്രേഷൻ, നേതൃത്വം എന്ന നിലയിൽ, കേഡർഷിപ്പ് എന്ന നിലയിൽ, ഐഡിയോളജിയുടെ വക്താക്കൾ എന്ന നിലയിൽ എല്ലാ തലങ്ങളിലും ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ ഇൻഫിൽട്രേഷൻ നമുക്ക് ചരിത്രത്തിലുടനീളം കാണാം. അപ്പോൾ മഹാരാഷ്ട്ര ദലിത് പാന്തറിനകത്ത് അത്തരത്തിലുള്ള ചില ഇൻഫിൽട്രേഷൻസും ഈ നിലയ്ക്കുള്ള ചില മിസ്ഇൻ്റർപ്രിട്ടേഷൻസും നമ്മൾ കാണുമ്പം നമ്മൾ പുറകോട്ടെടുത്താലും ഇത് കാണാം. വാട്ട് ഹാസ് ഹാപ്പൻ ടു ബുദ്ധിസം? ഇന്ത്യൻ ബ്രാഹ്മണ്യത്തെ ഏറ്റവും ശക്തമായി വെല്ലുവിളിച്ച ഐഡിയോളജി ബുദ്ധനാണ്. പക്ഷേ അശോകൻ്റെ കാലത്ത് കണ്ടെത്തുന്നത് ലക്ഷക്കണക്കിന് ബുദ്ധിസ്റ്റുകളായി വേഷം കെട്ടിയ
കപട ബുദ്ധിസ്റ്റ് ഭിക്ഷുക്കളെ റെയ്ഡ് ചെയ്ത് പിടികൂടിയെന്നാണല്ലോ പറയുന്നത്. ലക്ഷക്കണക്കിന് ബുദ്ധിസ്റ്റുകളാണ് റെയ്ഡ് ചെയ്തപ്പം ബ്രാഹ്മൺസാണ്, ബുദ്ധിസത്തെ വളച്ചൊടിക്കുകയാണ്. അപ്പം ആ ഇൻഫിൽട്രേഷൻ ആണല്ലോ അംബേദ്കർ പറയുന്ന റവല്യൂഷൻ. കേരളത്തിലെ ദളിത് പ്രസ്ഥാനത്തിന് അതായത് രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടായി. കേരളത്തിലെ ഒരു ഇല്ല, മഹാരാഷ്ട്രയിലുണ്ടായതിപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ക്ലാരിറ്റി ക്ലിയർ ആയിരുന്നു. അതുകൊണ്ട് ഐഡിയോളജിയുടെ കാര്യത്തിൽ വെള്ളം ചേർക്കാനോ ഏതെങ്കിലും അർത്ഥത്തിൽ ഇതിനെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യാനോ കേരളത്തിൽ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല, അതിനൊരു സ്പേസ് ഇല്ലായിരുന്നു. മഹാരാഷ്ട്രക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട്, കാരണം പ്രാക്ടീസിൻ്റെ കാര്യത്തിൽ. കാരണം ഈ ഒരു റവല്യൂഷണറി ജാതിവിരുദ്ധ പോരാട്ടത്തിൻ്റെ ഒരു ആധുനികമായ പ്രതിരോധ മാതൃക സാഹിത്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. അപ്പോൾ ഈ ലിറ്ററേച്ചറിൽ ഒരു ഏറ്റവും ഇന്ത്യയിൽ മുന്നോട്ട് പോയത് മഹാരാഷ്ട്രയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബാബാ സാഹേബ് അംബേദ്കറുടെ സ്വാധീനമാണ്. ഡോക്ടർ അംബേദ്കറുടെ ജന്മനാട് എന്ന നിലയിലും ബാബാ സാഹേബ് അംബേദ്കറുടെ സമരോത്സുകമായ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ ഒരു മണ്ഡലം എന്ന നിലയിലും അംബേദ്കറുടെ ഇടപെടലുകളും അംബേദ്കർ ചിന്തകളും അവിടുത്തെ മനുഷ്യരുടെ ആലോചനയിലും ചിന്തയിലും കവിതയിലും നോവലിലും കഥകളിലും ആഖ്യാനങ്ങളിലെല്ലാം സ്വാധീനിക്കുമ്പോഴാണ് ദലിത് സാഹിത്യം എന്ന് പിറവിയെടുക്കുന്നത്. ആ ഒരു ദലിത് സാഹിത്യ പ്രപഞ്ചം മഹാരാഷ്ട്രയിൽ നിന്നാണ് വന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങളെയും സ്വാധീനിച്ചു. ഞാനൊരു 1989 സാംഗ്ലി, മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിലും കോലാപൂരിലും ഒക്കെ സഞ്ചരിച്ച് ഈ പാന്തർ യൂണിറ്റുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് കേഡർ വൽക്കരണം നടക്കുന്നത്, കേഡർ റിക്രൂട്ട്മെൻറ്റ്, ലീഡർഷിപ്പ് ട്രെയിനിങ്, പ്രതിരോധ പ്രവർത്തനങ്ങൾ, മാർഷൽ ആർട്സ് ട്രെയിനിങ്ങുകൾ, ഇതെല്ലാം പോയി കാണുകയും ഭാഗവാക്കാവുകയും ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടത്. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ സാഹിത്യത്തെ ദളിത് പ്രസ്ഥാനം വലിയ തോതിൽ സ്വാധീനിക്കുകയുണ്ടായി. പക്ഷെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ദളിത് പ്രസ്ഥാനത്തിലേക്ക് നേരത്തെ പറഞ്ഞ കൊച്ചേട്ടനെ പോലെയുള്ള ആളുകൾ, ധാരാളം ആളുകൾ സാഹിത്യത്തെയും അതുപോലെ സാഹിത്യ വ്യവഹാരങ്ങളെയൊക്കെ സ്വാധീനിച്ചത് നേരത്തെ പറഞ്ഞൊരു ധാരയിൽപ്പെട്ട ആളുകളാണ്. പക്ഷെ ദളിത് പ്രസ്ഥാനത്തിൽ നിന്ന് മഹാരാഷ്ട്രയിൽ ഈ രീതിയിലൊരു ഇടപെടലുണ്ടായിരുന്നെങ്കിലും കേരളത്തിൽ അതുണ്ടായില്ല. യെസ്, അവിടെ ഒരു പ്രശ്നമുണ്ട്. ഒന്ന്, ഇപ്പോഴും കേരളത്തിലൊരു പൊട്ടൻഷ്യൽ ദളിത് ലിറ്ററേച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഇല്ല എന്നാണ്. ഇവോൾവ് ചെയ്തു വരുന്നതേ ഉള്ളൂ. പകരം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ചുവടുമാറ്റമാണ് നടക്കുന്നത്. അത് ലെഫ്റ്റ് മൂവ്മെൻറ്റുകളിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് തിരസ്കാരം, രണ്ട് സ്വാഭാവികമായ തിരിച്ചറിവ്. ഈ രണ്ട് കാരണങ്ങളാൽ പുറത്തു വരപ്പെടുന്ന ആൾക്കാർ അവരുടെ ബോധ്യങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തിയ ഡിസ്കോഴ്സുകളുടെ പിന്നെ നറേറ്റീവ്സോ അല്ലെങ്കിൽ രേഖപ്പെടുത്തലുകളോ ആയിട്ടാണ് കേരളത്തിലെ ദലിത് സാഹിത്യം വന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ പറഞ്ഞ ഒരുപക്ഷെ താങ്കൾ പരാമർശിച്ച വ്യക്തികളാൽ എഴുതപ്പെട്ട കൃതികളിൽ പോലും അത് അംബേദ്കർ തോട്ട്സിൻ്റെ ഒരു കൃത്യമായ അനാലിസിസിൻ്റെ കാര്യത്തിലോ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന കാര്യത്തിലും അതിനെ കാലാനുസൃതമായി അതിനെ പുതിയ റീകോണ്ടക്സ്റ്റ് ചെയ്യുന്ന കാര്യത്തിലും പുനർവായനയുടെ കാര്യത്തിലും വലിയ ആശയപരിമിതി കേരളത്തിൽ വന്ന സാഹിത്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, വ്യക്തമാണ്. അപ്പോൾ അത് ആ പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിലെ ദളിത് മൂവ്മെൻറ്റിനെ ഏതെങ്കിലും അർത്ഥത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനോ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ ഈ ഇൻ്റർമീഡിയറ്റായിട്ട് വന്ന വ്യക്തികളാൽ എഴുതപ്പെട്ട ദലിത് സാഹിത്യം എന്നതിലേക്ക് കേരളത്തിൽ ഒരു പക്ഷേ നമുക്ക് അംഗീകരിക്കേണ്ടി വന്ന പുസ്തകങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അത്തരത്തിൽ ഒരു പുസ്തകങ്ങളും എൻ്റെ ബോധ്യങ്ങളെ കുറച്ചുകൂടെ രാഗി മിനുക്കാൻ കഴിയുന്നതോ ഞാൻ വായിച്ചെത്തിയെടുത്ത് ഇംഗ്ലീഷ് സാഹിത്യങ്ങളിലൂടെയോ മറാത്തി ലിറ്ററേച്ചറിലൂടെയോ ഞാൻ എത്തിയ ബോധ്യങ്ങളിൽ നിന്ന് ഒട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ല. പകരം പല ദലിത് സാഹിത്യം എന്ന രൂപത്തിൽ വന്നത് പലതും പരിമിതികളായിട്ടാണ് ഇപ്പോഴും മുന്നിലുള്ളത്. പക്ഷേ ഇപ്പോൾ അത് ദർ ഈസ് ഇൻ എ പ്രോസസ്സ്. ഈ കുറച്ചുകൂടെ വ്യക്തമായ ഇത്തരം സാഹിത്യ സൃഷ്ടിയുടെ ഒരു പ്രോസസ്സ് ഇപ്പം നമുക്ക് പുതിയ തലമുറയിൽ കാണാൻ കഴിയും. ഒരു കാര്യം കൂടെ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, പാന്തർ മൂവ്മെൻറ്റ് അവിടെ വന്നത് ദലിത് സാഹിത്യങ്ങളുടെ വിപുലമായൊരു തണലിലാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ സംഭവിക്കുന്നത് അതല്ല. ആ ഒരു തണൽ ഇവിടെ ഒരുക്കാൻ പറ്റിയില്ല. ക്ലാസ്സാണ് ഇവിടെ കൂടുതലും കിടന്നത്. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും കർണാടകയിലെ VTRൻ്റെ ഒക്കെ തന്നെയുള്ള സാഹിത്യങ്ങളും മറ്റുമാണ് നമ്മളെ സ്വാധീനിച്ചത്. അപ്പം പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യകാല നേതാക്കൾ അല്ലെങ്കിൽ സംഘാടകർ സ്വാംശീകരിച്ച ആശയങ്ങളെ വെർബലായി പ്ലേസ് ചെയ്യുക. അപ്പോൾ കേരളത്തിലെ ഡിസ്കോഴ്സുകൾ പാന്തർ മൂവ്മെൻറ്റിൻ്റെ ഡിസ്കോഴ്സിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഉൽപ്പാദിപ്പിച്ചത് ഈ പറയുന്നൊരു വെർബൽ ലിറ്ററേച്ചർ എന്ന് പറയേണ്ടി വരും. ഇറ്റ്സ് നോട്ട് ബീൻ സോ റിക്കാർഡഡ് സോ ഫാർ. അതൊരു പ്രശ്നമാണ്. ഒരുപക്ഷെ നിങ്ങളെപ്പോലുള്ളവരുടെ മുമ്പിൽ ഇത് പറയാൻ കിട്ടുന്നൊരവസരം പോലും ഇപ്പോഴാണ്. എന്തുകൊണ്ടോ കേരളത്തിൻ്റെ ഈ പറയുന്ന സാഹിത്യ മാധ്യമ എഴുത്തുകാരുടെ ഒന്നും ലോകത്ത് ഒരു മോഡേൺ സോഷ്യൽ മൂവ്മെൻ്റ് എന്ന നിലയിൽ കേരളത്തിലെ ദലിത് പ്രസ്ഥാനത്തെ ഡോക്യുമെൻ്റ് ചെയ്യുന്നതിനോ
അത് ആ നിലയ്ക്ക് അടയാളപ്പെടുത്താനോ കഴിയാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിയാറിൻ്റെ ഒരു സ്വാധീനം ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ വലിയ തോതിൽ വീട്ടിയാറിൻ്റെ സ്വാധീനമുണ്ട്. അപ്പോൾ വീട്ടിയാറിൻ്റെ ഒരു സ്വാധീനത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ ദലിത് പിന്നെ കൂട്ടായ്മ, ദലിത് പിന്നെ പ്രസ്ഥാനവും അതുപോലെ മൈനോറിറ്റി മുസ്ലിം സമുദായമാണ് കൂടുതലായിട്ട്. അപ്പോൾ മുസ്ലിം സമുദായവും ദലിത് സമുദായമൊക്കെ ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് എന്നുള്ളൊരു ചിന്ത കേരളത്തിൽ ഇപ്പോൾ സാറിനെ പോലെയുള്ളവർ അങ്ങനെ പലരും ആ ഒരു മൂവ്മെൻറ്റിന് അങ്ങനത്തെ ഒരു തോന്നലേക്ക് എത്തുന്നതിന് അല്ലെങ്കിൽ അതിന് മുന്നോട്ട് നയിച്ചിട്ടുള്ളത് ഈ വീട്ടിയാറിൻ്റെ ചിന്തകളാണോ എന്ന്? തീർച്ചയായും. കാരണം ഒരു തുടക്കത്തിൽ തന്നെ KDPയുടെ ആരംഭം ഞങ്ങളിൽ നിന്നാണ്. ഞങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ചത് VTR ആണ്, വി പ്രഭാകരനാണ്, രാജു തോമസ് ആണ്, അങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായും തുടക്കത്തിൽ തന്നെ ഈ പറയുന്ന ഒരു ദലിത് സാമൂഹ്യ മുന്നേറ്റത്തിലും ജാതിക്കും ബ്രാഹ്മണിസത്തിനും എതിരായ പോരാട്ടത്തിലും ഏറ്റവും അധികം ദലിതർക്ക് കൂടെ നിൽക്കാൻ കഴിയുന്ന സാഹോദര്യം പുലർത്തുന്ന സാമൂഹ്യ വിഭാഗം ഒന്നാമതായി മുസ്ലിങ്ങളാണ് എന്ന ബോധ്യം, അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണെന്നുള്ള ബോധ്യം ഒരുപക്ഷെ VTR നിന്നാണ് ശക്തമായി നമ്മളിലേക്ക് വരുന്നത്. അതിൽ VTRനെ കൂടുതൽ വായിച്ചപ്പം നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ജാതി വിരുദ്ധ പോരാട്ടത്തിൽ ജാതിയുടെ സ്വാധീനത്തിൽ നിൽക്കുന്നവരെക്കാൾ ജാതിയുടെ സ്വാധീനമില്ലാത്ത മനുഷ്യർക്കാണ് കൂടുതൽ അതിനെ പിന്തുണയ്ക്കാൻ പറ്റുക. അപ്പോൾ ദലിതർ ജാതിയുടെ വിക്ടിംസാണ്. വിക്ടിംസ് എന്ന നിലയിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരെ നമ്മൾ നടത്തുന്ന പോരാട്ടത്തിൽ ജാതിയുടെ സ്വാധീനമില്ലാത്ത ഒരു നോൺ ബ്രാഹ്മണിക്കൽ കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഈ മുസ്ലിം സാഹോദര്യത്തിന് കൂടുതൽ ഈ മൂവ്മെൻറ്റിനെ ശക്തി സഹായിക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു ദലിത് മുസ്ലിം സാഹോദര്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മറ്റൊന്ന്, ബാബാ സാഹേബ് അംബേദ്കർ തന്നെ അദ്ദേഹത്തിൻ്റെ വിവാദ വിഷയമായ ഒരു പുസ്തകമാണ് ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. പക്ഷേ ഈ പുസ്തകത്തിൽ അംബേദ്കർ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, നൂറ്റാണ്ടുകളായി വർണ്ണജാതി വ്യവസ്ഥയുടെ കീഴിൽ അടിച്ചമർത്തപ്പെട്ട് കഴിയുന്ന ഇന്ത്യയിലെ ദലിതർ അവർ ആഗ്രഹിക്കുന്നത് ഞങ്ങളെ അടിച്ചമർത്തിയ സവർണരോടൊപ്പം ചേരുന്നതിനേക്കാൾ ഞങ്ങളെപ്പോലെ സമാനമായ ഇന്ത്യയിൽ നീതി നിഷേധിക്കപ്പെട്ട ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് കൈകോർക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യമെന്നാണ്. അപ്പോൾ ഇത് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, മലബാറിലാണല്ലോ പാന്തപ്രസ്ഥാനം തുടക്കം കുറിക്കുന്നത്. അത് എന്നിട്ട് തിരുവിതാംകൂറിലേക്ക് പോവുകയാണ് ചെയ്തത്. നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ആരംഭം തിരുവിതാംകൂറിൽ നിന്ന് അവിടെ ആരംഭിച്ച് നവോത്ഥാനം മലബാറിലോട്ട് സഞ്ചരിച്ചു എന്നതാണ് കേരള ചരിത്രത്തിൻ്റെ ഒരു വഴി. എന്നാൽ അംബേദ്കറൈറ്റ് മൂവ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പാന്തപ്രസ്ഥാനം മലബാറിൽ ആരംഭിച്ച് തിരുവിതാംകൂറിലേക്ക് പ്രചരിച്ചു എന്നതാണ് വേറൊരു സംഗതി. അതിനകത്ത് ഉള്ള ഒരു കാര്യം, മലബാറിൽ നമ്മൾ ഈ പ്രവർത്തനവുമായിട്ട് ഇറങ്ങിയ സമയത്ത് ശക്തമായ എതിർപ്പുണ്ടായി. RSSൻ്റെ ഭാഗത്തു നിന്നാണ് ഏറ്റവും ശക്തമായി ഉണ്ടായത്. KDP അഥവാ പാന്തപ്രസ്ഥാനത്തിന് രണ്ട് അനുഭവങ്ങളാണുള്ളത്. മലബാറിൽ ശക്തമായി KDPയെ തല്ലി തകർക്കാൻ ശ്രമിച്ചതും വലിയ ഫിസിക്കൽ ആക്രമണങ്ങൾ ഞങ്ങൾ നേരിട്ടതും ശാരീരികമായ ആക്രമണങ്ങൾ ഉണ്ടായി, വധശ്രമങ്ങളുണ്ടായി. 5 പ്രാവശ്യം വധശ്രമം അഭിമുഖീകരിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ RSS ആണ് ഈ മേഖലയെ ആക്രമിച്ചത്. വടകര. അതാണ് 1990 മാർച്ച് 3 വടകര പാലോളിപ്പാലത്ത് നാഷണൽ ഹൈവേയുടെ സൈഡിൽ ഒരു വലിയ പ്രതിഷേധ യോഗം, ഒരു വലിയ യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മനുസ്മൃതി വിമർശിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് RSSൻ്റെ ഒരു വലിയ സംഘം വന്ന് ആക്രമിക്കുകയും വളരെ ഭീകരമായി എന്നെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അപകടപ്പെട്ട് ഞാൻ വടകര ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ആകുന്നത്. മാർച്ച് 3 ആക്രമണം നടന്നു. മാർച്ച് 4 90 മാർച്ച് 4 മാധ്യമം പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ഈ അക്രമത്തെക്കുറിച്ചുള്ളതാണ്. പിന്നീട് അതുപോലെ തന്നെ 1989 പാന്തപ്രസ്ഥാനം ആരംഭിച്ചു. അത് മലപ്പുറം ജില്ലയിലേക്ക് അതിൻ്റെ പ്രവർത്തനം വ്യാപിച്ചു. അപ്പോൾ അരീക്കോട്, ഇടവണ്ണ, അരീക്കോട്, മഞ്ചേരി, കുന്നമംഗലം ഈ മേഖലകളിലൊക്കെ ഞങ്ങൾക്ക് പ്രവർത്തനം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എല്ലാം ഉണ്ടായിരുന്നത് വെച്ചാൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ്. അവിടെ ദലിതരെ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ആൾക്കാരെന്ന നിലയിൽ അതിൻ്റെ മേൽ ഉടമസ്ഥത കൊണ്ട് നടക്കുന്നത് സംഘപരിവാറുകാരാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യതിചലിച്ച് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ദലിതർ സ്വയം സംഘടിച്ചു വന്നൊരു സമയത്ത് വലിയ നിലയ്ക്ക് ആക്രമണങ്ങളാണ് ഞങ്ങൾ അനുഭവിച്ചത്. ഞങ്ങൾക്ക് ബോംബേറുണ്ടാകുന്നു. 1989 ഓഗസ്റ്റ് മാസം 10 മലപ്പുറത്ത് അരീക്കോട് ഞങ്ങൾക്കൊരു ഓഫീസുണ്ടായിരുന്നു. ആ ഓഫീസിന് നേരെ ഞാനടക്കമുള്ളവരിയ്ക്കുമ്പോൾ RSSകാരുടെ ബോംബാക്രമണം ഉണ്ടായി, വലിയ പ്രശ്നമുണ്ടായി. പക്ഷേ മുസ്ലിം സഹോദരന്മാർ സംഘടിച്ചു വന്നാണ് ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്.
വലിയ നിലയ്ക്ക് അവർ സംഘടിച്ചു. ദലിതരെ ഒരു തരത്തിലും അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ ജാതിയുടെ പേരിൽ ദലിതരെ അടിച്ചമർത്താനും അവരെ ആക്രമിക്കാനും സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരു ഐക്യദാർഢ്യവും ഒരു വലിയ ഫ്രട്ടേണിറ്റിയും മുസ്ലിം സഹോദരങ്ങൾ സംഘടനകൾക്ക് അതീതമായി മഹാരാഷ്ട്ര ഇതൊരു വേറൊരു സംഭവമാണ്. നമ്മുടെ ക്ലാസ് എക്സ്പീരിയൻസിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കമ്മ്യൂണിറ്റി ഫ്രണ്ട്ഷിപ്പിൻ്റെ വേറൊരു എക്സ്പീരിയൻസാണ് ഇവിടെ വന്നത്. ആ പ്രൊട്ടക്ഷൻ അപ്പോൾ സ്വാഭാവികമായിട്ടും പാന്തപ്രസ്ഥാനത്തിൻ്റെ തുടക്കം മുതൽ ഈ ദളിത് മുസ്ലിം സാഹോദര്യത്തിൻ്റെ ഘടന അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പിൽക്കാല വ്യാഖ്യാനങ്ങളിൽ ഇന്ത്യയുടെ ഡെമോക്രസിയിലേക്കുള്ള വികാസത്തിലും ബ്രാഹ്മണ്യത്തിനെതിരായ പോരാട്ടത്തിലും ഒരു ഇന്ത്യൻ ഡെമോക്രാറ്റിക് റവല്യൂഷൻ്റെ ഒരു റവല്യൂഷണറി പൊളിറ്റിക്കൽ ആക്സിസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ദലിതരും മുസ്ലിങ്ങളും തമ്മിലുള്ള സാഹോദര്യമാണ് എന്ന ബോധ്യമാണ് പാന്തറിൻ്റെ ഒരു ടീച്ചിങ്. അത് ഞങ്ങളുടെ അനുഭവമാണ്. പിന്നീട് വളർന്നു വന്ന വളരെ പ്രധാനപ്പെട്ട, പിന്നീടല്ല എനിക്ക് തോന്നുന്നു അംബേദ്കറുടെ കാലത്ത് തന്നെ വളർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള സാഹോദര്യവും. യെസ്, തീർച്ചയായിട്ടും ഒരു ഐക്യവും സാഹോദര്യം അതുണ്ടായിരുന്നു. ദളിത് പ്രസ്ഥാനം കമ്മ്യൂണിറ്റിയിൽ തമ്മിലുള്ളൊരു കേരളത്തിലെ അല്ലെങ്കിൽ മറ്റു അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പം ഈ സാധാരണ ഒരു ഇപ്പോൾ ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിനകത്ത് നമ്മുടെ സാമൂഹ്യ ബോധത്തെ രൂപപ്പെടുത്തുന്നത് നമ്മൾ ജനിച്ചു വളർന്ന സമുദായത്തിൻ്റെ ആന്തരികമായിട്ടുള്ള സങ്കുചിതമായിട്ടുള്ള ആത്മബോധമാണ്. അപ്പോൾ ഓരോ സമൂഹങ്ങളും സൂക്ഷിക്കുന്നത് അവൻ്റെ ആന്തരികമായ ജാതിബോധമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരുടെ സാമൂഹ്യബോധം എന്ന് പറയുന്നത് ഓരോ ജാതിക്കാരൻ്റെയും ജാതിബോധമാണ്. ഈ ജാതിബോധം ശക്തമായി നിൽക്കുന്നിടത്തോളം കാലം ഒരു പൊതുബോധം എന്ന് പറയുന്നത് ഇന്ത്യക്ക് അന്യവുമാണ്. ഇത് ജാതി നിർമൂലനത്തിൽ അംബേദ്കർ പറയുന്നുണ്ട്. ജാതി പൊതുബോധത്തെ അസാധ്യമാക്കി എന്ന് പറയുന്നുണ്ട്. അതാണ് സഹാനുഭൂതിയുണ്ട്, അത് അവനവൻ്റെ ജാതിക്കാരോട് മാത്രമാണ്. ഇതാണ് ഇന്ത്യയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജാതി വൃത്തത്തിനകത്ത് നിന്ന് ഈ ദളിതൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ജാതി മതിലുകൾ പൊട്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്തയാണ്. കാരണം ജാതി ദളിതൻ്റെ ഒരു തടവറയാണ്. അതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ഞങ്ങൾ എന്ന് വിചാരിക്കുന്ന ഒരു ജനതയുടെ ജാതി എന്ന് പറയുന്ന തടങ്കലിനെ ആഘോഷിക്കുകയോ അതിൽ തൃപ്തരാവുകയോ ചെയ്യുന്നില്ല ദളിതർ. കാരണം അവനെ സംബന്ധിച്ചോളം അത് ജയിലാണ്. ജയിൽ എന്ന് പറയുന്നത് ഒരു തടവറക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വന്തമല്ല. അവൻ ആഗ്രഹിക്കുന്ന എപ്പോഴും അത് പുറത്ത് കിടക്കാനാണ്. അതുകൊണ്ട് തന്നെ ദളിതരുടെ ആത്മബോധം എന്ന് പറയുന്നത് ജാതിവിരുദ്ധമായ റവല്യൂഷണറി ബോധമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് പുറത്ത് നിൽക്കുന്നവരിലേക്ക് അടുക്കാനുള്ള ഒരു വികാരം ദളിതർക്കിടയിൽ കൂടുതലാണ്. ആരാണ് ഞങ്ങൾക്ക് അംബേദ്കറുടെ ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആത്മകഥയാണ്. വെയിറ്റിംഗ് ഫോർ എ വിസ എന്നാണ്. നമ്മളതിനെ മലയാളീകരിച്ചാൽ എങ്ങനെ ഇരിക്കും? വിമാനത്തിൽ കയറി പോകാനല്ലോ. ആ തലക്കെട്ടെന്ന് പറയുന്നത് പുറത്തേക്ക് വല്ല വഴിയുണ്ടോ എന്നാണ്. വെയിറ്റിംഗ് ഫോർ എ വിസ. ഈ ജാതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വെർ ഈസ് ദ വേ? സ്വാഭാവികമായിട്ടും ആ വഴിയിലാണ് നമ്മളെ കൈകോർത്ത് പിടിക്കാൻ സാധ്യതയുള്ള സഹോദര സമൂഹങ്ങളുള്ളത്. അതുകൊണ്ട് കേരളത്തിൽ KDPയുടെ ഒരു വിവക്ഷയിൽ ഈ ആൻറ്റി ബ്രാഹ്മണിക്കലായിട്ടുള്ള റവല്യൂഷനിൽ ദളിതർ ചേർന്ന് നിൽക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സമൂഹമാണ് മുസ്ലിങ്ങളെങ്കിൽ അതുപോലെയോ അതിനേക്കാൾ പ്രാധാന്യത്തോടെ ദളിതർ കൈകോർക്കേണ്ട ഒരു വിഭാഗമാണ് കേരളത്തിലെ ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾ. കാരണം അവരും വർണ്ണജാതി വ്യവസ്ഥയുടെ ബലിയാടുകളാണ്. ചരിത്രത്തിൻ്റെ ചില ഘട്ടങ്ങളിലാണ് പല നിലയ്ക്കുള്ള നവോത്ഥാനപരമായ ഇടപെടലുകളും മറ്റ് സാമൂഹികപരമായിട്ടുള്ള പ്രവണതകൾ കൊണ്ട് അൺടച്ചബിൾ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് കുറച്ചുകൂടെ അല്പമാത്ര വ്യത്യാസത്തോടു കൂടിയുള്ള ഒരു വിഭാഗമായി കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ, ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾ ഒരു സ്റ്റാറ്റസിലേക്ക് വരുന്നത്. പക്ഷേ അപ്പോഴും അവർ ബ്രാഹ്മണ ജാതി വ്യവസ്ഥയിൽ താഴ്ത്തപ്പെട്ടവരും വിവേചനം അനുഭവിക്കുന്നവരുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ആക്സിസ് വളരെ പ്രധാനമാണ്. ഈ സഹോദര സമൂഹങ്ങൾ തമ്മിലുള്ള ഒരു ഫെറ്റേണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദളിത്, ട്രൈബൽ, OBC, മൈനോറിറ്റീസ് എന്ന് പറയുന്ന സംഗതി. അത് തുടക്കം മുതൽ തിരിച്ചറിഞ്ഞ ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളെന്നുള്ളത് കൊണ്ട് തന്നെ. കാരണം അറിയാമല്ലോ, KDPയുടെ ആദ്യത്തെ 5 വർഷക്കാലം സ്റ്റേറ്റ് പ്രസിഡന്റ് തീയ വിഭാഗത്തിൽപ്പെട്ട അനിൽകുമാർ വടകര ഇപ്പോഴും ഞങ്ങളുടെ സീനിയർ മോസ്റ്റ് പ്രസിഡിയം മെമ്പറാണ്. ഇൻ്റലക്ച്വൽ കമ്മ്യൂണിറ്റി സജീവമാണ് അദ്ദേഹം, ഇപ്പോഴും ഉണ്ട്. അതാണ്. അപ്പോൾ ആ ഒരു സംഗതിയുണ്ട്. മണ്ഡൽ കമ്മീഷൻ ഒരു പ്രശ്നമാവുന്ന സമയമുണ്ടല്ലോ. ഇപ്പോൾ 90കളിലാണ് മണ്ഡൽ അജിറ്റേഷൻ വരുന്നത്. ഈ അജിറ്റേഷൻ വന്നപ്പോൾ VTRൻ്റെ സ്കൂൾ ഓഫ് തോട്ടിൽ വളർന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും കേരള ദളിത് പ്രസ്ഥാനം മണ്ഡൽ സമരം, പ്രോ മണ്ഡൽ ക്യാമ്പയിൻ നടത്തിയൊരു സംഘടനയാണ് ഞങ്ങൾ. അപ്പം അന്ന് കേരളത്തിലെ ദളിതർ
ഒരു പക്ഷേ മൊത്തത്തിലൊരു ദരിദ്രരുടെ ബോധം പ്രോമണ്ഡലല്ല, അത് ഈ ഈഴവരുടെ കാര്യമല്ലേ, അത് പിന്നോക്കക്കാരുടെ കാര്യമല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ KDP പോലുള്ള അംബേദ്കറിസത്തിലൂടെ വന്ന ഞങ്ങൾ അങ്ങനെയല്ല, അത് നമ്മളുടെ പൊതു പ്രശ്നമാണ് എന്ന നിലയിൽ ഞങ്ങൾ നിലപാടെടുക്കുകയും പിന്നെ ഈഴവരുടെ SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴ നടന്ന അതിശക്തമായ ഒരു മണ്ഡൽ സംരക്ഷണ സമ്മേളനത്തിലേക്ക് ജാഥയായിട്ട് KDPയുടെ പ്രവർത്തകർ മാവേലിക്കരയിൽ നിന്ന് പോയി കൈകോർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൗഹൃദത്തിൻ്റെ സംഗതി ഉണ്ടായിരുന്നു.